നോമ്പ് തുറക്കുന്ന സമയത്തൊരു പ്രത്യേകതയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാനാ വന്നത്. ആ നേരത്തൊരു ചര്യ നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. വീട്ടിലെ പെണ്ണുങ്ങൾ മാഷാ അല്ലാഹ്, അവർക്ക് കിട്ടുന്ന കൂലി പറയാനില്ല. ആരൊക്കെ നോമ്പ് തുറക്കുന്നുണ്ടോ ആ വീട്ടിലെ വാപ്പാന്റെ നോമ്പിന്റെ കൂലി, ആ വീട്ടിലെ ഉമ്മാന്റെ നോമ്പിന്റെ കൂലി, കാക്കാന്റെ മക്കൾ നോമ്പോറ്റ കൂലി, ഇതൊക്കെ ഈ പത്തിരിയും കറി ഉണ്ടാക്കി പെണ്ണുങ്ങൾ കിട്ടില്ലേ. ആ വീട്ടിൽ ആരാണോ ഭക്ഷണം ഉണ്ടാക്കിയത് ഇവർക്ക് ഒരൊറ്റ നോമ്പിന് ഒരു 30 ആള് നോമ്പുറക്കാൻ വന്നാൽ ഒരു മാസത്തെ നോമ്പിന്റെ കൂലി ഒന്നാം നോമ്പിന് പെണ്ണുങ്ങൾ കിട്ടും. നീ അച്ഛൻ്റെ ബാക്കി നോമ്പ് കണ്ടിരിക്കണ്ടേ, കൂലിനെ പറ്റിയാ പറഞ്ഞ. നോമ്പ് തുറപ്പിച്ചു കൊടുത്താൽ, ഒരാൾക്ക് നോമ്പ് തുറക്കാൻ സമയം ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ആ നോമ്പ് നോറ്റവന്റെ കൂലി ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്ക് കിട്ടുന്ന. പാവങ്ങളാണ് പെണ്ണുങ്ങൾ, അവരൊരുപാട് കഷ്ടപ്പെടും. നമ്മളൊക്കെ ചിലപ്പോൾ മൂലക്ക് പോയി കടന്നുറങ്ങിയെന്ന് വരും. അവർക്ക് ഉറങ്ങാൻ പറ്റുമോ? നേരെ ആകുമ്പോൾ നോമ്പുറക്കുന്ന സാധനം ഉണ്ടാക്കണ്ടേ? അതിലൊക്കെ കുട്ടികൾ കരയും, അതിലൊക്കെ മദ്രസ ഉണ്ടാവും, മദ്രസ കൂട്ടില്ലേ, സ്കൂളുണ്ടാവും, വേറെ ഏതെങ്കിലും ക്ലാസ് ഉണ്ടാകും, മക്കളെ ഒരുക്കണം, പോകണം, ആളുകൾ വരുന്നു പോകുന്നു, അപ്പോഴേക്കൊരു കുട്ടി ഹോസ്പിറ്റലായിട്ട്, ഇതൊക്കെ നോക്കണ്ടേ? അവരോടൊക്കെ ഒന്ന് മയത്തിൽ പെരുമാറിക്കോളി, അള്ളാരുടെ അടുത്ത് കൂലി കിട്ടും. മനുഷ്യന്മാർക്ക് സന്തോഷം കൊടുക്കലാണ് ഈ ലോകത്തെ ഏറ്റവും ഖൈറായ അമൽ എന്ന് പഠിപ്പിച്ച നബിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തെ ഏറ്റവും അഫ്ളലുൽ അഅമാൽ, ഖൈറുൽ അഅമാലി ഇല അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാ? ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അല്ലാഹുക്ക് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണെന്നറിയോ? ഒരു മനുഷ്യന് സന്തോഷമുള്ള കാര്യം ചെയ്തു കൊടുക്കുക. അപ്പൊ അത് നമ്മുടെ വീട്ടുകാരാണ് ആ സന്തോഷം അനുഭവിക്കാൻ ഏറ്റവും അർഹതയുള്ളവർ. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം. ഈ വെറുപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ പണിയാണ്. അപ്പൊ നമ്മൾ പിന്നെ വേല പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് വേല കേൾക്കാത്തവർക്ക് കിട്ടുന്ന കാര്യമാണ്. നമ്മൾ വേല കേൾക്കുകയും ദീനറിയുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ വേണ്ടേ? നമ്മൾ കുഴപ്പക്കാരാവരുത്. കുഴപ്പങ്ങളെ പരിഹരിക്കാൻ, നല്ല നിലക്ക് പരിഹരിക്കാൻ കഴിയുന്നവരാവുക, അല്ലേ? അപ്പോ നോമ്പ് തുറക്കുന്ന സമയം ദുആക്ക് ഉത്തരമുള്ള നേരമാണ്. എത്ര പേർക്കറിയാം? ഇഫ്താർ നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു 10, 15, 20 മിനിറ്റ് സമയം, ആ സമയത്ത് ദുആ ചെയ്താൽ ദുആന് ഉത്തരമുണ്ട്. അങ്ങനെയാണെങ്കിൽ നോമ്പ് തുറക്കാൻ അത്യാവശ്യം വേണ്ട ഈത്തപ്പഴവും വെള്ളവും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാൻ, കുട്ടികളൊക്കെ എടുത്ത് കുടിച്ചോ, പാവങ്ങളല്ലേ, അവർ വൈകുന്നേരം വരെ നോമ്പെടുത്ത മക്കളാണെങ്കിൽ. അപ്പോ അതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ വീട്ടുകാർ ഒരുമിച്ചിരിക്കുക, ഒരു സൊഫായിട്ടിരിക്കുക. നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താഴെ ഇരുന്ന ഭക്ഷണം കഴിക്കൽ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ആ സുന്നത്ത് നമ്മുടെ നാടുകളിൽ ഒരുപാട് ഹയാത്താക്കിയ ഒരു മഹാനുണ്ടായിരുന്നു, മഹാനായ അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. അല്ലാഹു മഹാന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ.